ഹായ് ഓൾ. ജോലിഭാരം കാരണം തളർന്നിരിക്കുന്ന നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. കിട്ടിയിരിക്കുന്ന കാർഡ്സ് നോക്ക് നോക്ക്, അബണ്ടൻസ്, ടൈം ടു റിലാക്സ്, ആസ്ക് ഫോർ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഹെൽപ്പ് ആൻഡ് ബി ഹംബിൾ. അപ്പം ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എന്ത് സഹായമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അതിന് വേണ്ടിയിട്ട് ഭഗവാനോട് സഹായം ചോദിക്കുക എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന സഹായം ചോദിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ആവശ്യമായ സഹായം ഭഗവാൻ തരുന്നതാണ്. തുറക്കാത്ത വാതിലും തുറക്കും എന്ന് പറയത്തില്ലേ, അപ്പം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാനെ മുട്ടി വിളിക്കുക, ഉറപ്പായിട്ടും സഹായം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി നിങ്ങളിലേക്ക് ഒരു ധാരാളം അബണ്ടൻസ് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അബണ്ടൻസ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു അബണ്ടൻസ് തന്നെയാണ് നിങ്ങളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ വളരെയേറെ പ്രീതിപ്പെട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഭഗവാൻ അത്രയേറെ സന്തോഷമുണ്ട് നിങ്ങളിൽ. അതുപോലെ തന്നെ ഇറ്റ്സ് ടൈം ടു റിലാക്സ്. നിങ്ങൾ ഒരുപാട് ഓവർ വർക്ക് കാരണം നിങ്ങൾ ഒരുപാട് തളർന്നിരിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. മാനസികമായും ശാരീരികമായും നിങ്ങൾ ഒരുപാട് തളർന്ന് ഇരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതിന് ഒന്നിനും തിടുക്കപ്പെടേണ്ട. നിങ്ങൾ എല്ലാത്തിനും സമയമുണ്ട്. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനൊക്കെ ശ്രമിക്കുക. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു റിലാക്സേഷൻ ഒക്കെ വേണം. മെഡിറ്റേഷൻ ചെയ്യുക. അതുപോലെ തന്നെ നന്നായിട്ട് ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക. ബോഡി ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം റെസ്റ്റ് എടുക്കാൻ നോക്കുക. പിന്നെ ആസ്ക് ഫോർ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഹെൽപ്പ്. അത് തന്നെയാണ് നേരത്തെ കിട്ടിയത്. നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള തടസ്സം എന്തായിരുന്നാലും അത് മാറ്റിത്തരാൻ ഭഗവാനോട് ഉറച്ചു വിളിച്ച് അപേക്ഷിക്കുക. ഭഗവാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സഹായം ചെയ്തു തരുന്നതാണ്. ഹോപ്പ് കളയരുത്. പിന്നെ ബി ഹംബിൾ എന്നാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ്. നിങ്ങൾ കുറേയേറെ പേർക്ക് ഇവിടെ ആങ്കർ ഉണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ദേഷ്യപ്പെട്ടിട്ട് ഒന്നും നിങ്ങൾക്ക് നേടാനില്ല. വളരെ കൂളായിട്ടിരിക്കുക. ഫ്രസ്ട്രേഷനൊക്കെ മാറ്റി വയ്ക്കുക. അങ്ങനെ എന്തെങ്കിലും ഓവർ തിങ്കിങ് ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കളയാനാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഒരു ഫ്രഷ് ബിഗിനിങ് അത് നിങ്ങളിലോട്ട് കൊണ്ടുവരും എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ നല്ലൊരു ലൈഫിലോട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് വലിയൊരു അബണ്ടൻസ് ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സഹായം ചോദിക്കുക. അത് 2 വട്ടം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അടുത്ത് വിളിച്ച് അപേക്ഷിക്കാം. ഉടനെ തന്നെ കിട്ടുന്നതാണ്. പിന്നെ ശരീരം വിട്ടിട്ടുള്ള ഒരു കളിയും പാടില്ല. കാരണം നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഹെൽത്താണ് നമുക്ക് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെൻ്റലി നല്ല രീതിയിൽ റിലാക്സ് ചെയ്യാൻ നോക്കുക. റെസ്റ്റ് എടുക്കുക. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ആങ്കറൊക്കെ കുറയ്ക്കുക. ദേഷ്യം കുറയ്ക്കുക, ഫ്രസ്ട്രേഷൻ കുറയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് റീഡിങ്. താങ്ക് യു.